Good morning, students. Adutha university question idana. Show that u equal to x cube minus 3xy square is harmonic. Hence, find its harmonic conjugate. This is December 2008 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീം മാർക്ക് ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? യു ഹാർമോണിക് ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. യു ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? u is equal to x cube minus 3xy square എന്നാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനാദ്യം ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ux കിട്ടും. ux എന്താണ്? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ഇതിന് വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വീണ്ടും x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uxx എന്ത് കിട്ടും? 6x കിട്ടും. 6x. ഇനി ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് പേര് കൊടുക്കാം. ഇക്വേഷൻ 2. ഇനി നമ്മൾ ഇക്വേഷൻ 1നെ ഡിഫറൻഷിയേറ്റിംഗ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? uy is equal to minus 3x into 2y എന്ന് പറഞ്ഞാൽ minus 6xy എന്ന് വരും. minus 6x. ഇതിന് വീണ്ടും y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus 6x എന്ന് വരും. ഇതിനെ 3 എന്ന് പേര് കൊടുക്കാം. 3 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? നമ്മള് ഈ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ uxx പ്ലസ് uyy എന്ന് പറഞ്ഞാൽ എന്താണ്? 6x minus 6x that is equal to 0. uxx plus uyy is equal to എന്ത് കിട്ടും? 0 കിട്ടും. Therefore it satisfies Laplace equation. Therefore u is harmonic. ഈ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് v കണ്ടുപിടിക്കണം. v കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻസ് എടുക്കണം. കോഷി റീമാൻ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? രണ്ട് കോഷി റീമാൻ ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ ux is equal to vy. അടുത്ത കോഷി റീമാൻ ഇക്വേഷൻ എന്താണ്? uy is equal to minus vx. ഇത് രണ്ടും കോഷി റീമാൻ ഇക്വേഷൻ ആണ്. CR ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കാം. vy എന്ന് പറയുന്നത് ux ആണ്. ux നമ്മുടെ കയ്യിലുണ്ട്. ux എന്താണ്? 3x സ്ക്വയർ മൈനസ്. ഇത് നമുക്ക് ഇക്വേഷൻ 4 എന്ന് പേര് കൊടുക്കാം. ഇക്വേഷൻ 4 നമ്മൾ ഇന്റഗ്രേറ്റ് ഇക്വേഷൻ 4 വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? v is equal to ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ v വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? x സ്ക്വയർ y മൈനസ് 3y ക്യൂബ് ബൈ 3 പ്ലസ് നമ്മളൊരു കോൺസ്റ്റന്റ് ചേർക്കണം. ഇവിടെ ആരെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്തത്? എക്സിനെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തത്. അപ്പൊ എക്സ് ചേർത്ത് നമ്മൾ ആർബിട്രറി ഫംഗ്ഷൻ എഴുതാം. അതിന്റെ പേരാണ് y of x. അപ്പൊ നമുക്ക് v യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3x സ്ക്വയർ y മൈനസ് y ക്യൂബ് പ്ലസ് 5x. ഇത് നമുക്ക് ഇക്വേഷൻ 5 എന്ന് പേര് എടുക്കാം. ഇനി നമുക്ക് ഈ ആർബിട്രറി ഫംഗ്ഷൻ y of x ന്റെ വാല്യൂ അറിയണം. അടുത്ത പ്രൊസീജിയർ എന്താണ്? ടു ഫൈൻഡ് y of x. y of x കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 5നെ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 5 വിത്ത് റെസ്പെക്ട് ടു x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? vx is equal to ഈ 3x സ്ക്വയർ y-നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y കോൺസ്റ്റന്റ് ആണ്. 3y into 2x. y ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആവും. y of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ π' x എന്ന് വരും. അപ്പൊ നമുക്ക് vx സമയത്ത് കിട്ടി 6xy പ്ലസ് π'. ഇത് നമുക്ക് ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കാം. We take the second Cauchy Riemann equation. Second Cauchy Riemann equation എന്താണ്? uy is equal to minus vx എന്നാണ്. അപ്പൊ uy നമ്മുടെ കയ്യിലുണ്ട്. uy എത്രയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്? minus 6xy എന്നാണ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. minus 6y ആണ് uy. vx എന്താണ്? മൈനസ് ഈ vx ന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു?
6xy പ്ലസ് പൈ ഡാഷ് എക്സ്. അതിൽ ഈ 6xy യും 6y കട്ടായി പോകുന്നു. പൈ ഡാഷ് എക്സ് നമുക്ക് 0 എന്ന് കിട്ടുന്നു. നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈ ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? സി എന്ന് കിട്ടും. Therefore നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് v എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ 5 പൈ ഓഫ് എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 3x² മൈനസ് y ക്യൂബ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് v. v is equal to 3x² മൈനസ് y ക്യൂബ് പ്ലസ് സി നമുക്ക് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്ത് എന്താ ചെയ്തത്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ യു നമുക്ക് തന്നിട്ടുണ്ട്. ആ യുവിനെ നമ്മൾ എക്സ് വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, യു എക്സ് എക്സ് കിട്ടുന്നു. വൈ വെച്ച് 2 പ്രാവശ്യം പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, യു വൈ വൈ കിട്ടുന്നു. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. Therefore u is harmonic. ഇനി നമുക്ക് v കണ്ടുപിടിക്കണം. v കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? v കണ്ടുപിടിക്കാനായിട്ട് കോഷി റീമാൻ ഇക്വേഷൻ എടുക്കുന്നു. ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ ഏതാണ്? ux is equal to vy. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ ഏതാണ്? uy is equal to minus vx. ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ ux is equal to vy ആയതുകൊണ്ട് vy is equal to ux എന്ന് എഴുതുന്നു. ux നമ്മുടെ കയ്യിലുണ്ട്, ux സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന് ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ചെയ്യുമ്പോൾ v കിട്ടും ഇൻ ടേംസ് ഓഫ് പൈ ഓഫ് എക്സ്. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ആരെയാണ്? എക്സിനെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തത്. Therefore എക്സ് ചേർത്ത് നമ്മൾ ഒരു ആർബിട്രറി ഫംഗ്ഷൻ അവിടെ എഴുതി വയ്ക്കും. ആർബിട്രറി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ v-നെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് വെച്ച്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് ഉപയോഗിച്ച് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കുന്നു. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ അതാണ് uy is equal to minus vx ആണ്. അതിലേക്ക് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് പൈ ഡാഷ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. പൈ ഡാഷ് എക്സ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈ ഓഫ് എക്സ് സമത്ര കിട്ടും? സി എന്ന് കിട്ടും. Therefore നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? v is equal to 3x² minus y cube plus c. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് നമ്മൾ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.